ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആസിഡുകളും ബേസുകളും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: വസ്തുക്കളിലെ ഏതു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യമാണ് പുളി രുചിക്ക് കാരണം? വസ്തുക്കളിലെ ഏതു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യമാണ് പുളി രുചിക്ക് കാരണം? ഉത്തരം ആസിഡ്. വസ്തുക്കളിലെ ഏതു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യമാണ് പുളി രുചിക്ക് കാരണം? ആസിഡ്. അടുത്ത ചോദ്യം: ഏതു സസ്യത്തിൽ നിന്നാണ് ലിറ്റ്മസ് നിർമ്മിക്കുന്നത്? ഏതു സസ്യത്തിൽ നിന്നാണ് ലിറ്റ്മസ് നിർമ്മിക്കുന്നത്? ഉത്തരം ലൈക്കണുകൾ. അടുത്ത ചോദ്യം: ലിറ്റ്മസ് പേപ്പറുകളുടെ നിറങ്ങൾ ഏതെല്ലാം? ലിറ്റ്മസ് പേപ്പറുകളുടെ നിറങ്ങൾ ഏതെല്ലാം? ഉത്തരം നീല, ചുവപ്പ്. ലിറ്റ്മസ് പേപ്പറുകളുടെ നിറങ്ങൾ ഏതെല്ലാം? നീല, ചുവപ്പ്. അടുത്ത ചോദ്യം: നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങൾ ഏവ? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങൾ ഏവ? ഉത്തരം ആസിഡുകൾ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങൾ ഏവ? ആസിഡുകൾ. അടുത്ത ചോദ്യം: ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? ഉത്തരം ബേസുകൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ഏവ? ബേസുകൾ. അടുത്ത ചോദ്യം: ബേസുകളുടെ രുചി ഏതാണ്? ബേസുകളുടെ രുചി ഏതാണ്? ഉത്തരം കാരരുചി. ബേസുകളുടെ രുചി ഏതാണ്? കാരരുചി. അടുത്ത ചോദ്യം: ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ. ഉത്തരം ആൽക്കരികൾ. അടുത്ത ചോദ്യം: ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമെന്ത്? ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം പുളിരുചി. ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമെന്ത്? പുളിരുചി. ആസിഡ് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണുണ്ടായത്? ആസിഡ് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നുമാണുണ്ടായത്? ഉത്തരം ആസിഡസ്. ആസിഡ് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ആസിഡസ്. അടുത്ത ചോദ്യം: നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് എന്തിൻ്റെ സാന്നിധ്യമാണ്? നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് എന്തിൻ്റെ സാന്നിധ്യമാണ്? ഉത്തരം അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് എന്തിൻ്റെ സാന്നിധ്യമാണ്? അസ്കോർബിക് ആസിഡ്. അടുത്ത ചോദ്യം: നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം സി. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് അസ്കോർബിക് ആസിഡിൻ്റെ സാന്നിധ്യം. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി. അടുത്ത ചോദ്യം: അലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം ഏതാണ്? അലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം ഏതാണ്? ഉത്തരം ആസിഡ്. അലോഹ ഓക്സൈഡുകളുടെ സ്വഭാവം ഏതാണ്? ആസിഡ്. അടുത്ത ചോദ്യം: ലോഹ ഓക്സൈഡുകളുടെ പൊതുവെയുള്ള സ്വഭാവം ഏതാണ്? ലോഹ ഓക്സൈഡുകളുടെ പൊതുവെയുള്ള സ്വഭാവം ഏതാണ്? ഉത്തരം ബേസിക്. ലോഹ ഓക്സൈഡുകളുടെ പൊതുവെയുള്ള സ്വഭാവം ഏതാണ്? ബേസിക്. അടുത്ത ചോദ്യം: വിനാഗിരിയുടെ രാസനാമം എന്താണ്? വിനാഗിരിയുടെ രാസനാമം എന്താണ്? ഉത്തരം അസറ്റിക് ആസിഡ്. വിനാഗിരിയുടെ രാസനാമം എന്താണ്? അസറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം: ആസിഡുകളിലെ പൊതുഘടകം. ആസിഡുകളിലെ പൊതുഘടകം. ഉത്തരം ഹൈഡ്രജൻ. ആസിഡുകളിലെ പൊതുഘടകം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം: ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഉത്തരം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. വിനാഗിരിയുടെ രാസനാമം എന്താണ്? അസറ്റിക് ആസിഡ്. ആസിഡുകളുടെ പൊതുഘടകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്